ആറ്റുകാൽ പൊങ്കാലയ്ക്കായി സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് ആളുകൾ ഇങ്ങനെ ആറ്റുകാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ രാവിലെ മുതൽ ഒട്ടുമിക്ക ട്രെയിനുകളിലും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഈ സമയങ്ങളിലൊക്കെയായി ഇവിടുന്ന് ആളുകൾ പോകും. ഇതിന് ശേഷം പോകുക എന്നുള്ളത് പ്രായോഗികമല്ല, വലിയ തിരക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ആളുകൾ ഈ രാവിലെയുള്ള ട്രെയിനുകളൊക്കെ പിടിച്ചു പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. ആറ്റുകാലിലേക്കാണ് ആദ്യമായിട്ടാണ്? അതെ, ആദ്യമായിട്ടാണ്. ട്രെയിൻ തന്നെ പോകുന്നു. അതെ, ട്രെയിനായിട്ട് പോകുന്ന വെച്ചു. അതുപോലെ ഇവിടുന്ന് കുറെ പേരുണ്ട്. അപ്പൊ എല്ലാരെയും കൂട്ടി പോകുമ്പോ ഒരു ഭാഗ്യമാണല്ലോ ഇത്. അതെ, തീർച്ചയായിട്ടും. ഞങ്ങള് ഒരിടത്ത് തന്നെ താമസിക്കുന്നവരാണ്. എല്ലാവരും നേരത്തെ പ്ലാൻ ഇട്ടതാണ് ഇത്തവണ ആറ്റുകാൽ? അതെ, പോവാന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ എല്ലാരും ഒത്തുകൂടി അവസരം വന്നപ്പോ സാധനങ്ങളും അതെ, എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി കലവും അത് മാത്രമേ മേടിക്കാനുള്ളൂ, ബാക്കിയെല്ലാം ഞങ്ങൾ തന്നെയാണ് കൊണ്ടുപോകുന്നത്. സ്ഥലമൊക്കെ കരുതി വെച്ചിട്ടുണ്ട്? ഇല്ല, ബുക്കിംഗ് ഉണ്ട്. ഹോട്ടൽ ബുക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ആദ്യമേ, ബാക്കി ഇനിയും ചെന്നിട്ട് ചെയ്യണം. ഇതാണ് ഇത്തവണ ആദ്യമായിട്ട് പോണേന്ന് പോയിട്ട് വന്നിട്ട് പറയാം എങ്ങനെയുണ്ട്. ഞങ്ങളിത് നാലാമത്തെ പ്രാവശ്യമാണ് പോണത്. ട്രെയിനിന് ആദ്യമായിട്ടാണ് പോണത്. എല്ലാ സാധനവും കരുതിയിട്ടുണ്ട്. ഇനി കലം മാത്രം, കലം അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ചെന്നിട്ട് വാങ്ങിക്കും. അതിൽ പൊങ്കാല ഇടാനായിട്ട് ഉണക്കലരി, ശർക്കര, നെയ്യ്, ഉണക്കമുന്തിരി, അങ്ങനെ കർപ്പൂരം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ വിളക്ക് വയ്ക്കാനുള്ള സംഭവം, കൊതുമ്പ് എല്ലാം ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഉച്ചയാകുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം മേടിക്കാൻ പറ്റില്ല. അപ്പൊ കലവും അതിനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിക്കും. ഇവള് എന്റെ പിള്ളേരാണ്. ഇവരൊക്കെ എന്റെ ഒപ്പം തന്നെ വരാറുണ്ട്. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയായി. പൊങ്കാലയ്ക്ക് അതെ, പൊങ്കാലയ്ക്ക് വേണം. ഞങ്ങളെല്ലാവരും ഒന്നിച്ച് പോവുകയാണ് പൊങ്കാല ഇടാനായിട്ട്. അവിടെ പോയി അമ്മയുടെ അനുഗ്രഹം മേടിക്കാൻ പോകണം. പൊങ്കാല ഞാൻ ആദ്യമായിട്ട് പോണേന്ന്. വരുന്നു. പ്ലാനിങ് ഒക്കെ ഒന്നും നടന്നില്ല. ഇപ്പൊ എന്തായാലും അത് നടന്ന്. ഒരുപാട് ആളുകൾ ഈ പറഞ്ഞതുപോലെ കൂട്ടമായി തന്നെ പരിചയമുള്ളവരും സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന് ഒരുമിച്ച് പോകുന്നൊരു പതിവ് കൂടിയുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് പോകുന്നവരുണ്ട്, വർഷങ്ങളായി പോകുന്നവരുണ്ട്. സുഹൃത്തുക്കളും കൂട്ടുകാരികളൊക്കെ പോകുന്ന കണ്ട് അടുത്തവണ പോകണമെന്ന് കരുതി ഇത്തവണ അവസരം ഒത്തു വന്നപ്പോൾ പോയ ആളുകളുണ്ട്. എന്തായാലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ട്രെയിനുകളിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒരുപാട് ആളുകൾ ട്രെയിൻ മാർഗമൊക്കെ ആറ്റുകാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്തായാലും കൊച്ചിയിൽ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്. ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.